OSS കമ്പനി CPM ഖജനാവിലെ പച്ചവെളിച്ചം വി മുരളീധരൻ. എലിപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് സർക്കാർ അനുമതി നൽകിയതിനെതിരെ BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ നടത്തിയ സമരപ്രചാരണ ജാഥയുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി മുരളീധരൻ. പ്രതിപക്ഷത്തിന് പിണറായിയെ പേടിയാണ്. എല്ലാ വിഷയത്തിലും സഹകരിക്കുന്ന പ്രതിപക്ഷമായി UDF മാറി. ബ്രൂവറി വിഷയത്തിൽ പിണറായി വിരട്ടിയപ്പോൾ ആദ്യം വാചക കസർത്ത് നടത്തിയ CPI പോലും വിരണ്ടുപോയി. പിണറായി സർക്കാർ ലഹരി മാഫിയയ്ക്ക് അടിയറവ് പറഞ്ഞതിന്റെ തിക്തഫലമാണ് വെഞ്ഞാറുമൂട്ടിലെ കൊലപാതകം. പ്രതിഭ MLAയുടെ മകൻ ലഹരിക്കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ പോലീസിനെതിരെ തിരിഞ്ഞത് അതിനാലാണ്. നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ ബിഷപ്പിനെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെ തിരിഞ്ഞു. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സാമ്പത്തിക അഴിമതിയുണ്ട്. അതിനാലാണ് സർക്കാരും പാർട്ടിയും മന്ത്രിമാരും ഒരുമിച്ച് ജനങ്ങളോട് പൊരുതാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. മാസപ്പടി വിഷയം പോലെ പ്രതിപക്ഷം ഇതിലും ഒത്തുതീർപ്പിൽ എത്തുമെന്നും ബ്രൂവറി വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് BJP സമരവുമായി മുന്നോട്ടു പോകുമെന്നും മുരളീധരൻ പറഞ്ഞു. ജനങ്ങളെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് പ്രതിരോധം തീർക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ. കേരളത്തിന്റെ നിയമസഭയിലെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള UDF-ന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഉണ്ട്. UDF-ൽ അവർക്ക് കൂടെ നിൽക്കുന്ന, അവർക്ക് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് ഉണ്ട്. ഇവർക്കൊന്നും ഇങ്ങനെയുള്ള സമര പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് രണ്ട് രോഗങ്ങളുണ്ട്, രണ്ട് അസുഖങ്ങളുണ്ട്. ഈ രണ്ട് അസുഖമുള്ളത് കൊണ്ടാണ് അവർക്ക് ഈ തരത്തിൽ ഇങ്ങനെയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയാത്തത്. ഒന്നാമത്തെ രോഗം എന്ന് പറയുന്നത്, ഒന്നാമത്തെ വ്യാധി ഈ വിയർപ്പിന്റെ അസുഖമാണ്. കാരണം ചൂടുകൊള്ളാനോ മേലനങ്ങാനോ കഴിയാത്ത ആളുകളാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുറത്ത് വെയിലത്തിറങ്ങി വേർപ്പ് വന്നു കഴിഞ്ഞാൽ അസുഖം വരുന്ന ആളുകളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിലുള്ളത്. അതാണ് ഒന്നാമത്തെ രോഗം. രണ്ടാമത്തെ രോഗം എന്ന് പറയുന്നത് പിണറായി പേടി. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിരായിട്ട് ഒരക്ഷരം ശബ്ദിക്കാൻ, നേരെ മുഖത്ത് നോക്കി പറയാൻ പോലും ധൈര്യമില്ലാത്ത ആളുകളാണ് ഇന്ന് പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്നത്. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ എലപ്പുള്ളിയിൽ വന്നിട്ട് എത്തി നോക്കിയിട്ട് പോകും. പക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി, അതിനെതിരായിട്ട് ശബ്ദമുയർത്താൻ ഒരിക്കലും പ്രതിപക്ഷത്തിന് സാധിക്കില്ല. പുതുച്ചേരി മണ്ഡലം പ്രസിഡന്റ് K. ഗിരീഷ് ബാബു അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ, ദേശീയ കൌൺസിൽ അംഗം N. ശിവരാജൻ, BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN. അനുരാഗ്, ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, വൈസ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ, മുൻ ജില്ലാ പ്രസിഡന്റ് K. M. ഹരിദാസ്, ജനറൽ സെക്രട്ടറി A. K. ഓമനക്കുട്ടൻ, C. മധു, K. വേണു, രവി അടിയത്ത്, V. സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു.